കേരള ബ്ലാസ്റ്റേഴ്സ് FC ഇന്ത്യൻ സൂപ്പർ ലീഗ് 2023-24 സീസൺ മികച്ച രീതിയിൽ തന്നെയാണ് ആരംഭിച്ചത്. നിലവിൽ 11 മത്സരങ്ങളിൽ നിന്നും 23 പോയിന്റുമായി ഗോവയ്ക്ക് പിന്നിൽ രണ്ടാം സ്ഥാനത്താണ് ബ്ലാസ്റ്റേഴ്സിന്റെ സ്ഥാനം. ബ്ലാസ്റ്റേഴ്സിനെ വെച്ച് നോക്കുകയാണെങ്കിൽ ബ്ലാസ്റ്റേഴ്സിന്റെ ഏറ്റവും മികച്ച തുടക്കങ്ങളിലൊന്നാണ് ഈ ഒരു സീസൺ. ഇതിന്റെ ക്രെഡിറ്റ് ഗ്രീക്ക് ഫോർവേഡായ ദിമിത്രിയോസ് ഡയമൻഡക്കോസിനും അവകാശപ്പെട്ടതാണ് എന്ന് തന്നെ നമുക്ക് ഉറപ്പിച്ചു പറയാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്നത് ദിമിത്രിയോസ് ഡയമൻഡക്കോസിനെ കുറിച്ചാണ്. വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുമ്പായി നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നത് എങ്കിൽ ഇതുപോലുള്ള കൂടുതൽ ബ്ലാസ്റ്റേഴ്സ് വാർത്തകൾക്ക് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെക്കാൻ ശ്രമിക്കുക. ദിമിത്രിയോസ് ഡയമൻഡക്കോസ് എന്ന ഈ ഒരു 30-കാരൻ ISLന്റെ ഈ ഒരു 10ാം സീസണിൽ ഇതിനോടകം തന്നെ 9 മത്സരങ്ങളിൽ നിന്നും 6 ഗോളുകൾ സ്വന്തമാക്കിയിട്ടുണ്ട്. ഇതിനെ തുടർന്ന് കൊണ്ട് തന്നെ താരം ടോപ്പ് സ്കോറർമാരുടെ ലിസ്റ്റിൽ 1ാം സ്ഥാനത്തുമാണുള്ളത്. ഇന്നലെ മുംബൈ സിറ്റിക്കെതിരെ നേടിയ ഗോളാണ് ദിമിയെ പെരേര ഡേസിനെ മറികടന്നുകൊണ്ട് ടോപ്പ് സ്കോറർമാരുടെ ലിസ്റ്റിൽ ഒന്നാമതെത്തിക്കാൻ കാരണം. ഇനി നമുക്ക് ISL ഗോൾഡൻ ബൂട്ടിന്റെ സ്റ്റാൻഡിംഗ്സിലേക്ക് ഒന്ന് കടക്കാം. 1ാം സ്ഥാനത്തുള്ളത് കേരള ബ്ലാസ്റ്റേഴ്സ് FCയുടെ മുഖ്യ താരമായ ദിമിത്രിയോസ് ഡയമൻഡക്കോസ് ആണ്. താരം 9 മത്സരങ്ങളിൽ നിന്നും 6 ഗോളുകൾ സ്വന്തമാക്കിയിട്ടുണ്ട്. 2ാമത്തെ സ്ഥാനത്തുള്ളത് മുംബൈ സിറ്റിയുടെ താരമായ പെരേര ഡേസ് ആണ്. താരം 10 മത്സരങ്ങളിൽ നിന്നും 6 ഗോളുകളാണ് സ്വന്തമാക്കിയത്. 3ാം സ്ഥാനത്തുള്ളത് ഈസ്റ്റ് ബംഗാളിന്റെ പ്രധാന താരങ്ങളിൽ ഒരാളായ ക്ലേറ്റൻ സിൽവയാണ്. താരം 10 മത്സരങ്ങളിൽ നിന്നും 5 ഗോളുകളാണ് സ്വന്തമാക്കിയത്. 4ാം സ്ഥാനത്തുള്ളത് ജംഷഡ്പൂർ FCയുടെ ഏറ്റവും പ്രധാനപ്പെട്ട താരമായ ചീമയാണ്. താരവും 10 മത്സരങ്ങളിൽ നിന്നും 5 ഗോളുകൾ വീതം സ്വന്തമാക്കിയിട്ടുണ്ട്. 5ാം സ്ഥാനത്തുള്ളത് FC ഗോവയുടെ താരമായ നോവയാണ്. താരം 7 മത്സരങ്ങളിൽ നിന്നും 4 ഗോളുകൾ വീതം സ്വന്തമാക്കിയിട്ടുണ്ട്. ഇനി 6ാം സ്ഥാനത്തുള്ളത് മോഹൻ ബഗാന്റെ താരമായ കുമ്മിങ്സൺ ആണ്. താരം 8 മത്സരങ്ങളിൽ നിന്നും 4 ഗോളും സ്വന്തമാക്കിയിട്ടുണ്ട്. ഇങ്ങനെയെല്ലാമാണ് ഗോൾഡൻ ബൂട്ട് ലിസ്റ്റിലെ നിലവിലെ അവസ്ഥ. ദിമിത്രിയോസ് ഡയമൻഡക്കോസ് തന്നെ ഗോൾഡൻ ബൂട്ട് നേടുമെന്നൊന്നും നമുക്ക് പറയാൻ സാധിക്കുകയില്ല. കാരണം ഇനിയും മാസങ്ങളോളമുണ്ട് ISLലെ മത്സരങ്ങൾ. വീണ്ടും ദിമിയിലേക്ക് വരികയാണെങ്കിൽ ഗാന സൂപ്പർ താരമായ ക്വാമി പെപ്രയ്ക്കൊപ്പം ഇന്നലെ നടന്ന മുംബൈ സിറ്റിക്കെതിരായ മത്സരത്തിൽ മികച്ച കൂട്ടുകെട്ടി പടുത്തുയർത്താൻ ദിമിക്ക് സാധിച്ചിട്ടുണ്ട്. പരിക്കിന്റെ പിടിയിലായ സൂപ്പർ താരം അഡ്രിയാൻ ലൂണയുടെ അഭാവം ഒരു പരിധിവരെ നികത്താൻ ദിമിത്രിയോസിന് കഴിഞ്ഞ മത്സരത്തിലും ഇന്നലെ നടന്ന മത്സരത്തിലും സാധിച്ചിട്ടുണ്ടായിരുന്നു. ലൂണയില്ലാതെ കളിച്ച 2 മത്സരത്തിലും വിജയിക്കാൻ ബ്ലാസ്റ്റേഴ്സിന് സാധിച്ചിട്ടുണ്ട്. 2 മത്സരങ്ങളിലും ഗ്രീക്ക് സ്ട്രൈക്കർക്ക് ഗോൾ നേടാനും സാധിച്ചിരുന്നു. ഇന്നലെ മുംബൈക്കെതിരായുള്ള മത്സരത്തിൽ 1 ഗോളും 1 അസിസ്റ്റും ദിമി സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നു. കൂടാതെ ഇന്നലെ നടന്ന മത്സരശേഷം കേരള ബ്ലാസ്റ്റേഴ്സ് പരിശീലകൻ ആശാൻ മുന്നേറ്റ നിരയിൽ പെപ്രയുടെയും ദിമിയുടെയും തമ്മിലുള്ള കൂട്ടുകെട്ടിനെ പ്രശംസിക്കുകയും ചെയ്തിരുന്നു. ഇനി ഇന്നലെ നടന്ന മത്സരത്തിലേക്ക് നോക്കുകയാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സ് 11ാം മിനിറ്റിൽ തന്നെ ലീഡ് സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നു. ഇടത് വിങ്ങിലൂടെ ക്വാമി പെപ്ര നടത്തിയ മുന്നേറ്റത്തിനൊടുവിൽ മനോഹരമായ ഫസ്റ്റ് ടച്ചിലൂടെ ദിമിത്രിയോസ് ഡയമൻഡക്കോസ് അത് ഗോളാക്കി മാറ്റുകയും ചെയ്തു. സീസണിൽ താരം നേടുന്ന 6ാം ഗോൾ കൂടിയാണിത്. ആദ്യ പകുതിയുടെ അധിക സമയത്ത് ദിമിത്രിയോസിന്റെ അസിസ്റ്റിൽ നിന്ന് പെപ്രയാണ് ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി 2ാം ഗോൾ കണ്ടെത്തിയത്. ഈ ഒരു വിജയത്തോടെ കേരള ബ്ലാസ്റ്റേഴ്സ് 23 പോയിന്റുമായി FC ഗോവയ്ക്കൊപ്പം എത്തി. ഗോൾ വ്യത്യാസത്തിൽ ഗോവ മുന്നിലായതുകൊണ്ട് ബ്ലാസ്റ്റേഴ്സ് ഇപ്പോഴും 2ാം സ്ഥാനത്താണ് തുടരുന്നത്. ഇനി നമുക്ക് ഇന്നലെ നടന്ന കേരള ബ്ലാസ്റ്റേഴ്സ് FC വേഴ്സസ് മുംബൈ സിറ്റി മത്സരത്തിന്റെ മാച്ച് സ്റ്റാറ്റസിലേക്ക് ഒന്ന് കടക്കാം. മാച്ച് സ്റ്റാറ്റസിലേക്ക് കടക്കുമ്പോൾ മുംബൈ സിറ്റിയുടെ ഭാഗത്തു നിന്നും ഓൺ ടാർഗറ്റ് ഷോട്ടുകളായി വന്നിട്ടുള്ളത് 1 മാത്രമാണ്. ബ്ലാസ്റ്റേഴ്സിന്റെ ഭാഗത്തു നിന്നും 3 എണ്ണവും. ടോട്ടൽ ഷോട്ട് നോക്കുകയാണെങ്കിൽ മുംബൈ സിറ്റിയുടെ ഭാഗത്തു നിന്നും 11 ഷോട്ടുകളും ബ്ലാസ്റ്റേഴ്സിന്റെ ഭാഗത്തു നിന്നും 10 ഷോട്ടുകളും കാണാൻ സാധിക്കുന്നു. ഇനി പാസിംഗിന്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ പാസസ് 2 ടീമും എടുത്തിരിക്കുന്നത് 527 പാസാണ് മുംബൈ സിറ്റി കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. 292 പാസസ് ബ്ലാസ്റ്റേഴ്സും കംപ്ലീറ്റ് ചെയ്തു. പാസിംഗ് ആക്യുറസിയിലേക്ക് കടക്കുമ്പോൾ 81% മുംബൈ സിറ്റിയുടെ ഭാഗത്തും 67% ബ്ലാസ്റ്റേഴ്സിന്റെ ഭാഗത്തും കാണാൻ സാധിക്കുന്നു. ഇനി യെല്ലോ കാർഡ്സിന്റെ കണക്കിലേക്ക് വരികയാണെങ്കിൽ മുംബൈ സിറ്റിയുടെ ഭാഗത്തു നിന്നും ഒരൊറ്റ യെല്ലോ കാർഡ് പോലും കാണാൻ സാധിക്കുകയില്ല. ബ്ലാസ്റ്റേഴ്സിന്റെ ഭാഗത്തു നിന്നും 2 പ്ലേയേഴ്സിന് യെല്ലോ കാർഡ് ലഭിച്ചിട്ടുണ്ട്. ഇനി കോർണേഴ്സിന്റെ കണക്കുകളിലേക്ക് വരുമ്പോൾ 5 കോർണറുകളാണ് മുംബൈ സിറ്റി സ്വന്തമാക്കിയത്. ബ്ലാസ്റ്റേഴ്സ് ആകട്ടെ 3 എണ്ണവും. ഇനി ഫൗൾസിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ 8 ഫൗളുകൾ മുംബൈ സിറ്റിയുടെ ഭാഗത്തു നിന്നും 14 ഫൗളുകൾ ബ്ലാസ്റ്റേഴ്സിന്റെ ഭാഗത്തു നിന്നും കാണാൻ സാധിക്കുന്നു. ഇനി കളിയുടെ ഫുൾ പൊസിഷനിങ്ങിലേക്ക് ഒന്ന് കടക്കുകയാണെങ്കിൽ 65% പൊസിഷനാണ് മുംബൈ സിറ്റിയുടെ ഭാഗത്തു നിന്നും കാണാൻ സാധിക്കുന്നത്. 35 പൊസിഷൻ ബ്ലാസ്റ്റേഴ്സിന്റെ ഭാഗത്തും. ഏതായാലും ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു. ഇതുപോലുള്ള ISLനെ കുറിച്ചും കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ചുമുള്ള ഏറ്റവും പുതിയ വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക. അപ്പോൾ അടുത്തൊരു ബ്ലാസ്റ്റേഴ്സ് വാർത്തയുമായി വീണ്ടും വരാം. ഗുഡ് ബൈ.